ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാം. ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന FW ടൈലറിനെ കുറിച്ച്, FW ടൈലറിൻ്റെ ടെക്നിക്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും അതോടൊപ്പം തന്നെ FW ടൈലറുടെ 4 പ്രിൻസിപ്പിൾസും പഠിച്ചിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. നമുക്കിവിടെ ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് നിരന്തര പരീക്ഷണങ്ങളിലൂടെ ടൈലറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കണ്ടെത്തിയ സത്യങ്ങൾ, കണ്ടെത്തിയ എക്സ്പീരിമെൻറ്റുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ ടെക്നിക്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ടെക്നിക്സ് നിങ്ങൾക്ക് പരീക്ഷ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സിനെ ഉൾക്കൊള്ളാനും ഇത് ശ്രദ്ധിക്കുവാനായിട്ടും ശ്രമിക്കുക. മാനേജ്മെൻറ്റ് it is based on various experiments. These are based on the various experiments conducted by FW Taylor. He conducted experiments in shop level and it increases the production. He is concentrated on shop level or production level or lower level. The first one, that is functional foremanship or specialization. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് വിവിധങ്ങളായ തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യമുള്ള സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ ഒരു വർക്കർക്ക് അഡ്വൈസസ് കൊടുക്കുക, വർക്കർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എ വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ സെവറൽ സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ്. ദാറ്റ് മീൻസ് 8 സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഓർ സ്പെഷ്യലൈസേഷൻ? ടൈലർ അഡ്വക്കേറ്റഡ് specialization of planning and execution functions. This concept was extended to the lowest level of the shop floor. It was known as functional foremanship. A worker is supervised by 8 specialist supervisors. ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുകയും പ്രൊഡക്ഷൻ നടക്കാതെ എന്ത് മാനേജ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഷോപ്പ് ലെവലിൽ വർക്കേഴ്സ് ലെവലിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക്. സോ ഹി also named it as specialization. Specialization means specialist supervisors are assigned and they instructs to the workers according to their special skills. അത് നമുക്കൊന്നുകൂടെ നോക്കാം. അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു ഓർഗനൈസേഷനെ 2 ഡിവിഷനാക്കി മാറ്റുന്നു. ഒന്ന് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്ലാനിങ് സെക്ഷനിലേക്ക് കടക്കുന്നു. പ്ലാനിങ് ഇൻചാർജ്. അപ്പോൾ പ്ലാനിങ് ഇൻചാർജിൽ 4 സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, രണ്ടാമത്തേത് റൂട്ട് ക്ലർക്ക്, മൂന്നാമത്തേത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, അതുപോലെ 4ാമത്തേത് ഡിസിപ്ലിനറി. ഇങ്ങനെ പ്ലാനിങ് സെക്ഷനിൽ 4 സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, 2 റൂട്ട് ക്ലർക്ക്, 3 ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, 4 ഡിസിപ്ലിനറി. ഇനിയും അതുപോലെ ഫാക്ടറി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് പ്രൊഡക്ഷൻ ഇൻചാർജ്. പ്രൊഡക്ഷൻ ഇൻചാർജിൽ ഇതുപോലെ 4 സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അത് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് സ്പീഡ് ബോസ്, രണ്ടാമത്തേത് ഗാങ് ബോസ്, മൂന്നാമത്തേത് റിപ്പയർ ബോസ്,
നാലാമത്തേത് ഇൻസ്പെക്ടർ. ഇങ്ങനെ 4 പേരാണുള്ളത്. അങ്ങനെ 4 4 8 പേര്. ഒന്നുകൂടെ നോക്കാം. ഫീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇനി ഇത് നോക്കുക, ഒരു ഫാക്ടറിയെ 2 സെക്ഷനായിട്ട് മാറുന്നു. പ്ലാനിങ് സെക്ഷൻ, പ്രൊഡക്ഷൻ, ഇൻചാർജ്. ഇത് വളരെ ആവശ്യമാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കാണെങ്കിലും ഈ ഡയഗ്രം പഠിച്ചിരിക്കണം. അത് നോക്കുക. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് പോസ്റ്റ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ ഒരു സെക്ഷനിൽ, സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓഡിയോ ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ ദീസ് 8 സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ്ഡ് എ വർക്ക്മെൻ. അവർ ഓരോ സെക്ഷനിലുള്ള ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇതാണ് ഫങ്ഷണൽ. രണ്ടാമത്തെ ടെക്നിക്സിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ടെക്നിക്സ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നിലവാരവൽക്കരണം. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ സങ്കീർണതകൾ ഒഴിവാക്കുക എന്നുള്ളത്. എല്ലാത്തിനും ഒരു നിലവാരം ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് ടൂൾസ് ആയിരിക്കണം, സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കണം, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഗുണകരമായിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ? നമ്മൾ ISI സ്റ്റാൻഡേർഡ്, ISO സ്റ്റാൻഡേർഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം നിലവാരവുമായി ബന്ധപ്പെട്ടതാണ്. സോ ഹിയർ സ്റ്റാൻഡേർഡൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. ഓരോ പ്രവർത്തനത്തിനും സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൂൾസ് ആയിരിക്കണം, മെറ്റീരിയൽസ് അതുപോലുള്ളതായിരിക്കണം, എംപ്ലോയീസ് വർക്കേഴ്സ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം, അവർക്ക് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, ക്വാളിറ്റി ഉറപ്പാക്കുക, അഷ്വറൻസ്. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ, സിംപ്ലിഫൈ ചെയ്യുക, ഏറ്റവും ലളിതവൽക്കരിക്കുക, അനാവശ്യമായ പ്രശ്നങ്ങൾ, പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ ഒഴിവാക്കുക. ഇറ്റ് മീൻസ് ഓർ ഇറ്റ് എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്. അനാവശ്യമായ വൈവിധ്യങ്ങളായ സങ്കീർണതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സിമ്പിൾ രീതികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. സ്റ്റാൻഡേർഡൈസേഷൻ മീൻസ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ് എമംഗ് സൈസ്, ടൈപ്പ്, വെയ്റ്റ്, മെഷർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് വേണം. അല്ലാതെ ഒരു കാര്യത്തിന് പോരാ, അതിൻ്റെ എല്ലാ ആക്ടിവിറ്റിക്കും സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സിംപ്ലിഫിക്കേഷൻ മീൻസ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്റ്റ്, സൈസ് ആൻഡ് ടൈപ്സ്. അനാവശ്യമായതെല്ലാം ഒഴിവാക്കിക്കൊള്ളുക. ആവശ്യത്തിന് മാത്രം ഏറ്റവും സിമ്പിളായ രീതിയിൽ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക. അതാണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. മൂന്നാമത് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് എന്ന് പറയുമ്പോൾ രീതി പഠനം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുക. പല മെത്തേഡുകളുണ്ട്. നമുക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം അക്കൗണ്ടിങ് പ്രോബ്ലം ചെയ്തതിനകത്ത് പല മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ് ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. രണ്ടാമത് ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ്. ഇതുപോലെ പ്രൊഡക്ഷനിലെ ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണപ്രദവുമായ മെത്തേഡ് ഉപയോഗിക്കുക. അതെങ്ങനെയാണ് എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി. There are various methods of doing the job. The objective of method study is to find out one best way of doing the job. Study is to find out one best way of doing the job. ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവ പഠിക്കുന്നു, ഒരാൾ മുകളിൽ ഇരുന്ന് പഠിക്കുന്നു, ഒരാൾ താഴെ ഇരുന്ന് പഠിക്കുന്നു. നമുക്ക് പഠിക്കുന്നതിന് തന്നെ ചിലർ ഇരുന്നുകൊണ്ട് പഠിക്കുന്നു, ചിലർ കിടന്നുകൊണ്ട് പഠിക്കുന്നു, ചിലർ ഉറക്ക വായിച്ച് പഠിക്കുന്നു, ചിലർ നടന്നുകൊണ്ട് പഠിക്കുന്നു, ചിലർ TV കണ്ട് പഠിക്കുന്നു. ഇങ്ങനെ പല മെത്തേഡുണ്ട്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും നമുക്ക് ഗുണപ്രദമായ മെത്തേഡ് ഉപയോഗിക്കുക. അത് FW ടൈലർ ഏത് മെത്തേഡാണെന്ന് കണ്ടുപിടിച്ച് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് പല കമ്പനികളിൽ പല
മാനുഫാക്ചറിങ് യൂണിറ്റുകളിലും പ്രൊഡക്ഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി. നാലാമത് മോഷൻ സ്റ്റഡി. മോഷൻ എന്ന് പറഞ്ഞ വാക്ക് മൂവ്മെൻ്റ് ആണ്. ശരീരത്തിലും മെഷീനിലും ഉള്ള അനാവശ്യമായ മൂവ്മെൻറ്റുകൾ ഒഴിവാക്കി, ടു എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ടൂൾ എടുക്കാനാണെങ്കിൽ തന്നെ ടൂളെല്ലാം പ്രോപ്പർ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമായിരിക്കും. ആണി അടിക്കുന്ന ഒരാൾ ആണി അടിക്കാൻ വേണ്ടി ടൂള് പുറകിൽ വെച്ചിട്ട് ആണി മുന്നിൽ വെച്ച് ആണിയും തപ്പി അതുപോലെ തന്നെ ചുറ്റികയും തപ്പി നടക്കുക, അതുപോലെ തന്നെ ചെരിഞ്ഞ് നിൽക്കുക, അതുപോലെ പൊസിഷൻ മാറി നിൽക്കുക, ഇതൊന്നും ഇല്ലാതെ കൃത്യമായ മോഷൻ, കൃത്യമായ മൂവ്മെൻറ്റ്, അതാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് ഓബ്ജക്ട്സ്, setting and changing positions, etc. Motion study refers to the study of movements of like lifting, putting objects, sitting and changing positions, etc. It helps to eliminate unnecessary movement. എങ്ങനെയാണ് ഒരു സാധനം ഉയർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു സാധനം വെക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം സാധനങ്ങൾ, കാര്യങ്ങൾ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. It helps to eliminate unnecessary movements. അഞ്ചാമത്തെ ടെക്നിക്ക് ടൈം സ്റ്റഡി, സമയപഠനം. ഒരാൾ ഒരു തൊഴിൽ ചെയ്യാൻ എത്ര സമയം വേണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ടൈലർ കണ്ടുപിടിച്ചത് മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആവറേജ് വർക്കറെ സെലക്ട് ചെയ്തു, സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻസ് കൊടുത്തു, എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തു. അയാൾ തുടങ്ങിയ സമയം വാച്ചിൽ രേഖപ്പെടുത്തി, സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ട് അയാൾ എത്ര സമയം കൊണ്ട് ഒരു വർക്ക് തീർത്തു അത് റെക്കോർഡ് ചെയ്തു. അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആവറേജ് വർക്കറെ വെച്ച് ഇപ്പോൾ ഒരു ദിവസം അയാൾക്ക് 3 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ നാളെ വരുന്നയാൾക്കും അതേ പുതിയ വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്താലും അയാൾക്ക് പറയാം 3 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം, ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ടൈം സ്റ്റഡിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ടൈം സ്റ്റഡി എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്? ഒരു തൊഴിൽ എത്രമാത്രം വേണം എന്ന ആവശ്യത്തിനെ കുറിച്ച്. ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്ന ഒരു ജോലിക്ക് എത്ര സമയം വേണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ഒരു ആവറേജ് വർക്കറെയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് സമയം രേഖപ്പെടുത്തി, ആ സമയം അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ് ടൈമായിട്ട് ഫിക്സ് ചെയ്തു. അത് വെച്ചാണ് ഒരാളുടെ എഫിഷ്യൻസി നിർണ്ണയിക്കുന്നത്, സ്റ്റാൻഡേർഡ് ടൈം വെച്ചുകൊണ്ട്. ഇവിടെ ടൈം മെഷറിംഗ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റോപ്പ് വാച്ചുകൾ, അന്നത്തെ സാഹചര്യത്തിലുള്ള ടൈം എക്വിപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വർക്കും, ഓരോ എലമെൻ്റ് ഓഫ് വർക്കും രേഖപ്പെടുത്തി. എന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഒരാൾക്ക് ഇത്ര തൊഴിൽ ചെയ്യാൻ സാധിക്കും. സോ ടൈം സ്റ്റഡി ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് job. Time study is a structured process of directly observing and measuring human work using a standard device to establish the time. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡിവൈസ് ഉപയോഗിച്ച് ഒരു തൊഴിലാളി ചെയ്യുന്ന വർക്ക് ഒബ്സർവ് ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, അതൊരു ജോലി പൂർത്തിയാക്കുവാനായിട്ട്. സോ ദ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദി വർക്ക് ബൈ എ ക്വാളിഫൈഡ് വർക്കർ when working at a defined level of performance, അയാളുടെ ഒരു പെർഫോമൻസ് ലെവൽ വെച്ചുകൊണ്ട് ഒരു ക്വാളിഫൈഡ് വർക്കർ ക്വാളിഫൈഡ് വർക്കിംഗ് കണ്ടീഷൻ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ച സമയം, അന്നത്തെ എക്വിപ്മെൻറ്റ്സ് ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുന്നു. ആറാമത്തേതാണ് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ്. ഒരു തൊഴിലാളിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരമായിട്ട് തൊഴിൽ ചെയ്യാൻ സാധിക്കത്തില്ല, അദ്ദേഹത്തിന് വിശ്രമം വേണം. അപ്പോൾ വിശ്രമത്തിന് ഇൻ്റർവൽ എത്രയാണെന്ന് തീരുമാനിക്കണം. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഫാറ്റിക് സ്റ്റഡി സീക്സ് ടു ഡിറ്റർമിൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ റെസ്റ്റ്, അതിൻ്റെ ഇൻ്റർവൽസ് എത്രമാത്രം കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിലൊക്കെ ഇൻ്റർവൽസ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. 2 പീരീഡ് കഴിയുമ്പോൾ ഒരു
റെസ്റ്റിന് വേണ്ടിയാണ് ഇൻ്റർവെൽ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. അത് എത്രമാത്രം വേണമെന്നുള്ളത് നമുക്ക് പല സാഹചര്യം അനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു തൊഴിൽ ചെയ്യാൻ എത്രമാത്രം ആവശ്യമുണ്ട്. സോ ഫാറ്റിക് സ്റ്റഡി സീക്സ് ടു ഡിറ്റർമിൻ ദി amount and frequency of rest intervals in completing a task. The rest interval will help one to regain stamina and work again with the same capacity. നമ്മൾ വിശ്രമം വരുമ്പോൾ നമ്മൾ റിഫ്രഷ് ആവുന്നു, നമ്മൾ സ്റ്റാമിന വീണ്ടെടുക്കുന്നു, വീണ്ടും അതേ കപ്പാസിറ്റിയോടുകൂടി നമുക്ക് പണിയാനായിട്ട് സാധിക്കുന്നു, ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. വിശ്രമം എന്ന് പറയുന്നത് കൂടുതൽ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ്ലെസ് ആവും, നമ്മുടെ ശരീരം, നമ്മുടെ ബ്രെയിന് ഇതെല്ലാം ക്ഷീണിക്കും. അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടി എത്രമാത്രം റെസ്റ്റ് ഇൻ്റർവൽസ് വേണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫാറ്റിക് സ്റ്റഡി. അപ്പോൾ ഈ 4 പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഫാറ്റിക് സ്റ്റഡി, ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി. ഈ 4 സ്റ്റഡിയും കൂടെ ടോട്ടൽ പറയുന്ന പേരാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു തൊഴിലിൻ്റെ വിവിധങ്ങളായ എലമെൻറ്റുകളാണ്. ഒരു തൊഴിലിന് ആവശ്യമായ മൂവ്മെൻറ്റുകളുണ്ട്, ഒരു തൊഴിലിന് ആവശ്യമായ സമയമുണ്ടാവണം, ഒരു തൊഴിലിന് ആവശ്യമായ മെത്തേഡുകളുണ്ട്, അതുപോലെ ഒരു തൊഴിലിന് ആവശ്യമായ രീതികളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനത്തിന്, ഇതിനെ സമപ്പിയും പറയുന്നതാണ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡിക്കകത്ത് വരുന്നതാണ് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് നമുക്ക് കടക്കാം. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അതായത് ഒരു സ്ഥാപനത്തിൽ തന്നെ പല വേജ് സിസ്റ്റം. ഇത് ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം ഓരോരുത്തരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് വേജസ്, കൂലി കൊടുക്കുന്ന സിസ്റ്റമാണിത്. ഇവിടെ എംപ്ലോയീസിനെ അല്ലെ വർക്കേഴ്സിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. എഫിഷ്യൻ്റ് വർക്കേഴ്സ് എന്നും ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ് എന്നും. എഫിഷ്യൻ്റ് വർക്കേഴ്സിന് കൂടുതൽ കിട്ടും, ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സിന് കുറവ് കിട്ടും. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. Taylor's differential piece rate system posits that he argued that, he defined that the worker completing the task within the standard time must be paid a high rate for high production. അതായത് ഉയർന്ന റേറ്റ്, ഉയർന്ന പ്രൊഡക്ഷന് കൊടുക്കുന്നു സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ. എന്നാൽ സ്റ്റാൻഡേർഡ് ടൈമിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെസ് റേറ്റ് കൊടുക്കുന്നു, ലോവർ റേറ്റ് ഫോർ ലോവർ പ്രൊഡക്ഷൻ. ദ വർക്കേഴ്സ് ഇവിടെ ക്ലാസിഫൈഡ് ആസ് എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ്. ദ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്റ്റഡി. നമ്മൾ കഴിഞ്ഞ പ്രിൻസിപ്പിൾസ് പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് മാക്സിമം പ്രോസ്പെരിറ്റി ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന റെൻറ്റ് അതുപോലെയുള്ളത്. യൂണിറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് കുറയും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കുറയുമ്പോൾ കമ്പനിക്ക് ലാഭം കിട്ടുന്നു. ആ ലാഭം കിട്ടുന്നതിൻ്റെ വിഹിതം വർക്കറിന് കൊടുക്കുന്നു. എന്നാൽ പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റ് കൂടുകയാണ്, കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ കമ്പനിക്കുണ്ടാകുന്ന കൂടുതൽ ചെലവ് ഇവരുടെ വേജസിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണ് ലോവർ റേറ്റ് ഫോർ ലോവർ പ്രൊഡക്ഷൻ ആൻഡ് ഹയർ റേറ്റ് ഫോർ ഹയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. So he argued that the worker completing the task within the time must be paid high rate for high production. ഇതിൻ്റെ പ്രത്യേകത വർക്കേഴ്സിനെ 2 തട്ടിലേക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ കൂടുന്തോറും കമ്പനിയുടെ കോസ്റ്റ് കുറയുന്നു. കോസ്റ്റ് കുറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്, മാക്സിമം പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നു. ആ പ്രോസ്പെരിറ്റി വർക്കേഴ്സിന് കൊടുക്കുന്നു. പ്രൊഡക്ഷൻ കുറയുമ്പോൾ പ്രോസ്പെരിറ്റി കുറയുന്നു, അതുകൊണ്ട് അവരുടെ കോസ്റ്റും കുറയുന്നു. നമുക്കിത് സമപ്പ് ചെയ്യാം. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് 7 എണ്ണമാണുള്ളത്. ഓരോന്നും ഒന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് അവസാനത്തേത്. ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ 7 എണ്ണം നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാമത്തേത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അതായത് 8 വർക്കേഴ്സ്, 8 സൂപ്പർവൈസേഴ്സ് ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യുക. സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ്.
The second one, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നിലവാരവൽക്കരണം കൊണ്ടുവരിക, അതുപോലെ വളരെ സിമ്പിളാക്കുക വർക്കുകളെ സംബന്ധിച്ചിടത്തോളം. The third one, മെത്തേഡ് സ്റ്റഡി. രീതി പഠനം. ഏത് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുക. The fourth one, മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അനാവശ്യമായ മൂവ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റഡി ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി. ടൈം സ്റ്റഡി. Time taken to complete. To study the time taken to complete a job, a work. ആറാമത്തേത് ഫാറ്റിക് സ്റ്റഡി. വിശ്രമ പഠനം. എത്രമാത്രം റെസ്റ്റ് വേണം എന്നതിനെക്കുറിച്ചുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വിവിധങ്ങളായ വേജ് സിസ്റ്റം കൊണ്ടുവരിക. എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും കൊണ്ടുവരിക. അപ്പോൾ ഈ 7 ടെക്നിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ പഠിക്കണം. നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനിയും ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകൾ ഇനി ആരംഭിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയങ്ങൾ വാട്സാപ്പ് മെസ്സേജസ് ആയിട്ടോ അല്ലാതെയോ ഫോൺ വിളിച്ചോ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ ക്ലാസ്സുകൾ ഇനി നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പഠിച്ച 7 ടെക്നിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ.